ടീം ഗ്രാമം കലാസംരംഭം. വയനാട് ജില്ലയിൽ പൂതാടി CDSലെ 18ാം വാർഡായ നെല്ലിക്കര ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചുവരുന്ന ഓക്സിലറി ഗ്രൂപ്പ് സംരംഭമാണ് ടീം ഗ്രാമം കലാസംഘം. സാധാരണ ഒരു സംരംഭം എന്നതിലുപരിയായി കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ച് വനിതകൾക്കിടയിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ച കൂട്ടായ്മയും വൈവിധ്യമാർന്ന സംരംഭവുമാണ് ടീം ഗ്രാമം. കേരളത്തിലെ ചില ജില്ലകളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കൈകൊട്ടിക്കളി എന്ന കലാരൂപം വയനാടൻ ജനതയ്ക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയും ഇതേ കലാരൂപം ചെറിയ മാറ്റങ്ങളോടെ കേരളത്തിൽ തന്നെ ആദ്യമായി ഘോഷയാത്രയോടൊപ്പം അവതരിപ്പിച്ച് ചരിത്രം രചിക്കുകയും ചെയ്ത സംരംഭ ഗ്രൂപ്പാണിത്. കലാസ്വാദക ഹൃദയങ്ങൾ ഏറ്റെടുത്തതോടെ ഉത്സവവേളകളിൽ വലിയ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ദ്രുതതാളമാർന്ന ഗാനങ്ങളും അവയ്ക്ക് നയനമനോഹരങ്ങളായ ചുവടുകളും കോർത്തിണക്കി വീരനടനം എന്ന പുത്തൻ കലാരൂപമായി ടീം ഗ്രാമം ഇതിനെ രൂപമാറ്റം വരുത്തി. എന്റെ പേര് അയന. ഞാൻ ടീം ഗ്രാമം കലാസംഘത്തിലെ അംഗമാണ്. സാധാരണ ഒരു സംരംഭം എന്നതിലുപരിയായി കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ആദ്യമായി ഘോഷയാത്രയോടൊപ്പം കൈകൊട്ടിക്കളി എന്ന കലാരൂപം അവതരിപ്പിച്ച് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു ടീം കൂടിയാണ് ടീം ഗ്രാമം കലാസംഘം. ഇതിനിടയിൽ 200ഓളം വേദികൾ പങ്കിടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഈ കലാരൂപം ഉത്സവാഘോഷ കമ്മിറ്റിക്കാർ ആവശ്യപ്പെടുകയും നിരവധിയായ അവസരങ്ങൾ ഇവരെ തേടി വരികയും ചെയ്തു. 10 കലാകാരികളായിരുന്നു ആദ്യകാലത്ത് ടീം ഗ്രാമം ഓക്സിലറി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ശ്രീജേഷ് വയനാട് ടീം കോർഡിനേറ്ററും റിജ സന്തോഷ് മാനേജറുമായാണ് ടീം ഗ്രാമം മുന്നോട്ടു പോയിരുന്നത്. 2022 ആരംഭിച്ച ഈ കലാസംരംഭം 3 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ കേരളത്തിനകത്തും പുറത്തുമായി 200ഓളം വേദികൾ പിന്നിടുകയും 14 കലാകാരികളുടെ സംരംഭ ഗ്രൂപ്പായി മാറുകയും ചെയ്തു. ഒരു പ്രോഗ്രാമിന് ഒരാൾക്ക് 1000 രൂപ മുതൽ 3000 രൂപ വരെ വരുമാനം ഇന്ന് ലഭിച്ചു വരുന്നുണ്ട്. 3 വർഷം കൊണ്ട് 200ഓളം വേദികൾ പിന്നിടാൻ കഴിഞ്ഞ വിദ്യാർത്ഥിനികളും വീട്ടമ്മമാരും അടങ്ങുന്ന ടീം ഗ്രാമത്തിലെ സംരംഭകരെ സംബന്ധിച്ച് മികച്ച വരുമാനം നേടാൻ സാധിച്ചിട്ടുണ്ട്. 2024 വർഷത്തിൽ മാത്രം ഈ കലാസംരംഭത്തിന് 11 ലക്ഷം രൂപയോളം വരുമാനമായി ലഭിക്കുകയും ടീം ഗ്രാമത്തിന്റെ ആവശ്യാർത്ഥം ലൈറ്റ്, സൗണ്ട്, വാഹനം എന്നിവയ്ക്ക് അധിക വരുമാനവും സ്ഥിരമായി നൽകി വരുന്നു. 3 വർഷത്തിനിടയിൽ നിരവധിയായ അംഗീകാരങ്ങളും ടീമിനെ തേടിയെത്തി. പുത്തൻ കലാരൂപത്തിനുള്ള ആശയത്തിന് ടീം കോർഡിനേറ്റർക്കും ടീമിനും വെയിൽ ഫൗണ്ടേഷന്റെ പുരസ്കാരം ലഭിച്ചു. കൂടാതെ കുടുംബശ്രീ പൂതാടി CDSന്റെ അംഗീകാരം, വിവിധ വേദികളിൽ നിന്നുള്ള ആദരവ്, ആരവം ഫുട്ബോൾ ടൂർണമെന്റ്, വോളിബോൾ ചാമ്പ്യൻഷിപ്പ്, ലയൺസ് ക്ലബിന്റെ ജീവനം പ്രോഗ്രാം തുടങ്ങിയവയും ലഭിച്ചു. ഈ കലാരൂപത്തിന്റെ സ്വീകാര്യത വർദ്ധിച്ചതനുസരിച്ച് വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി പുതിയ ടീമുകൾ ഈ രംഗത്തേക്ക് കടന്നുവരികയും നിരവധി വനിതകൾ ഇതിലൂടെ വരുമാനം കണ്ടെത്തുകയും ചെയ്തു തുടങ്ങി എന്നതും ടീം ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം മികച്ച നേട്ടമായും വിജയമായും കാണുന്നു. സ്ത്രീ ശാക്തീകരണത്തിനും മുന്നേറ്റത്തിനും മറ്റുള്ളവർക്ക് ടീം ഗ്രാമം മാതൃകയാകുന്നു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. കുടുംബശ്രീയുടെ പിന്തുണ കൊണ്ട് കഴിഞ്ഞ വർഷത്തെ അരങ്ങ് സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കുകയും പുരസ്കാരങ്ങൾ നേടിയെടുക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചു. വയനാട് ജില്ലയിലെ മികച്ച ഓക്സിലറി ഗ്രൂപ്പ് സംരംഭമായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ട്. ഉത്സവഘോഷയാത്രകളിൽ തുടങ്ങിയ ഈ കലാസംരംഭം ഇന്ന് പള്ളിപ്പെരുന്നാൾ പ്രദക്ഷിണം, സാംസ്കാരിക രാഷ്ട്രീയ പൊതുപരിപാടികൾ, വിവാഹം, വിവാഹ വാർഷികം, ജന്മദിനാഘോഷം, റിട്ടയർമെന്റ്, വിവിധ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ തുടങ്ങി എല്ലാ പരിപാടികളിലും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കലാരൂപമാക്കി മാറ്റുവാനും ടീം ഗ്രാമത്തിന് സാധിച്ചു. കുടുംബശ്രീയുടെ കഴിഞ്ഞ അരങ്ങ് കലോത്സവത്തിൽ നാടൻപാട്ട്, സംഘനൃത്തം, മൈമിംഗ് എന്നിവയിലും ടീം ഗ്രാമം ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികവാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിൽ 2024 ഉണ്ടായ പ്രകൃതി ദുരന്തത്തിലെ അതിജീവിതർക്കായി 24 ന്യൂസ് സംഘടിപ്പിച്ച എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പരിപാടിയിൽ അതിജീവനം എന്ന നൃത്തരൂപം ജനങ്ങളുടെ ഉള്ളൊലയ്ക്കുന്നതായിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ ലഹരിക്കെതിരായ ക്യാമ്പയിനിലും ടീം ഗ്രാമം സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റി പങ്കെടുക്കുകയുണ്ടായി. വയനാട് വിഷൻ, മലനാട്, മനോരമ ന്യൂസ് തുടങ്ങിയ ചാനലുകളും വയനാടിന്റെ റേഡിയോ ചാനലായ മാറ്റുലിയും വിവിധ യൂട്യൂബ് ചാനലുകളും ടീം ഗ്രാമത്തിന്റെ കാഴ്ചകൾക്ക് പുറകിൽ വാർത്തകൾ തിരയുകയാണ്. നിരന്തരമായുള്ള പരിശീലനവും അർപ്പണബോധവും കഠിനാധ്വാനവുമാണ് വിജയരഹസ്യമെന്ന് ടീം ഗ്രാമം ഉറപ്പിച്ചു പറയുന്നു. വയനാടിന്റെ ഉൾപ്രദേശത്തു നിന്നും കേരളത്തിനകത്തും പുറത്തും ആരാധകരുള്ള ഒരു കൂട്ടായ്മയായി വളരുന്നതിൽ നാടും നാട്ടുകാരും കുടുംബശ്രീ, ADS, CDS, ജില്ലാ മിഷൻ എന്നിവയുടെയെല്ലാം മികച്ച പിന്തുണ ടീം ഗ്രാമത്തിന് കരുത്താവുകയായിരുന്നു. കാലഘട്ടത്തിനും കലാസ്വാദകരുടെ അഭിരുചിക്കും അനുസൃതമായി പുത്തൻ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ വേദികളിലേക്ക് സഞ്ചരിക്കുവാനും കൂടുതൽ വരുമാനം കണ്ടെത്താനുമാണ് ടീം ഗ്രാമം കലാസംരംഭം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.